ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സ്റ്റെൻ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇൻട്രോ നൽകാനായിട്ടാണ്. ഞങ്ങളൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാനലിൻ്റെ പേര് ഫ്ലേവർ ഫുഡ് പ്രിൻ്റ് എന്നാണ്. ഈ ചാനൽ ഞാനും വൈഫും കൂടിയാണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിങ്, അതേപോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ അതേപോലെ ട്രാവല്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു വീഡിയോ, അതായത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് കേരള സ്റ്റൈൽ ടക്ക് റോസ്റ്റാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ വൈഫാണ് ചെയ്യുന്നത്. വൈഫിന് കുക്കിങ്ങിനോട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ആ ഇഷ്ടം മറ്റുള്ളവരിലേക്ക് ചാനലിൽ കൂടി എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, കുക്കിങ്ങിൽ കൂടി. പിന്നെ അതേപോലെ തന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ ട്രാവൽ. ഈ 3 കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ചാനലിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കേരള സ്റ്റൈൽ ഡക്ക് റോസ്റ്റ്. താങ്ക് യു. ഡക്ക് റോസ്റ്റിലേക്ക് വേണ്ടി വരുന്ന ഇൻഗ്രീഡിയൻസ്: സവോള അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ഹോൾ സ്പൈസസ്: പെരിഞ്ചീരകം, ഏലക്ക, ഗ്രാമ്പു, പട്ട, കുരുമുളക്, തക്കാളിയാണ്. തേങ്ങാക്കൊത്തി അരിഞ്ഞത്. പൊടികൾ നമുക്കിതിലേക്ക് വേണ്ടി വരുന്നത്: മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചുവന്നുമുളക്. പിന്നെ നമ്മൾ താറാവ്, 1 കിലോ താറാവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയത്, സ്കിന്നോട് കൂടിയതാണ്. അത് കുക്കറിൽ നമ്മളൊരു 4 to 7 വിസിൽസ് വരുത്തുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അതിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും ഒഴിച്ച് 2 സെക്കൻഡ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് വിസിൽ വരുത്താം, ഒരു 4 to 7. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ ആദ്യമായിട്ട് താറാവ് റോസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ താറാവ് റോസ്റ്റ് ഉണ്ടാക്കാൻ മുമ്പ് നമ്മൾ പാൻ അടുപ്പിൽ വെക്കുക, ഡ്രൈ ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം ഈ കുറച്ച് വെക്കുക. ശേഷം നമുക്ക് ഹോൾ സ്പൈസസ് യൂസ് ചെയ്യാം. കുരുമുളകും, പട്ട, ഗ്രാമ്പൂ, പിന്നെ പെരിഞ്ചീരകമാണിത്. അത് ചെറുതായി ഇട്ട് കൊടുക്കുക. ഒന്ന് പൊട്ടി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് വെളിയിൽ പുറത്തേക്ക് വരുന്നിടം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ താറാവ് ഇതിന് വേണ്ടിയുള്ള നന്നായി വൃത്തിക്ക് കഴുകി ഉളുമ്പ് പോകാൻ വേണ്ടി നമുക്ക് വിനാഗിരി ഉപയോഗിച്ചോ മോര് ഉപയോഗിച്ചോ കഴുകാം. വിനാഗിരി ഉപയോഗിച്ചാണ് കഴുകിയിരിക്കുന്നത്. കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് നമുക്ക് 3-4 പ്രാവശ്യം സ്റ്റീം വരുത്തി അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ചെറിയൊരു കളർ ചേഞ്ച് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ഞുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്താണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു താറാവ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഒരു നാടൻ ഫ്ലേവർ കിട്ടും. അതിന് ശേഷം നമ്മൾ ഞുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. അത് ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ട് മൂത്ത് വരണം.
നമുക്ക് വേണമെങ്കിൽ ഇത് കരിഞ്ഞു പോകരുത്, പാകത്തിന് മൂത്ത് ഒരു ഇളം ബ്രൗൺ നിറം ആവുന്നിടം വരെ നമ്മളിതിങ്ങനെ വഴറ്റി കൊടുക്കണം. അപ്പോൾ ആ തേങ്ങ മൂത്ത് വരുന്നൊരു സ്മെല്ല് ഒക്കെ ആവുന്ന ഒരു പരുവാകുമ്പോഴേക്കും നമുക്കിത് അടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോളയുടെ കൂടെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് സവോളയുടെ കൂടെ വെളുത്തുള്ളി ഇടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സവോള ഒന്ന് വഴന്ന് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടെ നമുക്കിടാം. സവോള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും ചെറുതായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. എല്ലാം ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്, പക്ഷെ പരുവായിട്ടില്ല. നമ്മൾ കൈ മാറ്റാതെ ഇളക്കി കൊടുക്കുക. നമ്മൾ താറാവ് റോസ്റ്റും ഒക്കെ എന്നും നമ്മുടെ ഒരു ഫേവററ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. താറാവ് ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് എൻ്റെ ഒരു ഫേവററ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് താറാവ്. എപ്പോഴും നാട്ടിൽ പോയിട്ട് വരുന്ന സമയത്തൊക്കെ വീട്ടിൽ നിന്ന് നമ്മുടെ പപ്പാമാരും അമ്മമാരും എല്ലാം നമുക്ക് തന്നു വിടുന്നൊരു ഐറ്റമാണ്. നേരത്തെ റോസ്റ്റ് ചെയ്തൊക്കെ ഞങ്ങൾ കൊണ്ടുവരുമായിരുന്നു, വറുത്തരച്ചൊക്കെ അമ്മ തന്നു വിടുമായിരുന്നു. ഇപ്പം കുക്കിങ്ങിൻ്റെ ആദ്യാക്ഷരങ്ങളൊക്കെ പഠിച്ചു വരുന്ന സ്ഥിതിക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി തുടങ്ങി, ഫാമിലിയായിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് അമ്മമാർ നമുക്ക് തന്നു വിടുമ്പോഴത്തേനും നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് അതർക്ക് നമുക്കൊരു എളുപ്പപ്പണിയായിരുന്നല്ലോ. പക്ഷെ ഇപ്പം നമ്മളും പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു പ്രായമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. ചാനൽ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ആണ് കണ്ടത്, ഇപ്പോൾ മൂത്ത് വരുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് തീ കുറച്ച് വെക്കുക. നല്ലൊരു മൂത്തൊരു മണമൊക്കെ വരുന്നു. അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞൊരു നമ്മുടെ ആവശ്യം അനുസരിച്ച് സവോള ഉപയോഗിക്കാം. ഇവിടെ അച്ചാച്ചന് സവോളയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ മീഡിയം സൈസ് ഒരു 6-7 സവോള അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എടുക്കാം. നമ്മൾ 7 സവോളകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. എളുപ്പത്തിൽ വഴരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അധികമായി പോകരുത്, കാരണം ശേഷം ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് മുഴുവനായിട്ട് വേണമെങ്കിലും ചേർക്കാം, പക്ഷെ ഇതാണ് കൂടുതൽ അതിൻ്റെ ഫ്ലേവർ കിട്ടുന്നത്. ഇഞ്ചി ചേർത്ത് കൊടുക്കാം, അതിനൊപ്പം തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ കരിയാപ്പിലാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരിയാപ്പില നമ്മൾ ഡ്രൈ ആക്കി സൂക്ഷിച്ചിരുന്നതാണ്, അതുകൊണ്ടാണ് അതിൻ്റെ കളറ്, പക്ഷെ നല്ല ഫ്ലേവറുണ്ട്. ഇതിന് ശേഷം പൊടികൾ മെയിനായിട്ടും വേണ്ടത് നമുക്ക് കുരുമുളക് പൊടിയാണ്. കുരുമുളക് ഓൾറെഡി നമ്മൾ കുറച്ച് പൊടിച്ച് ചേർത്തിട്ടുണ്ട്, ലാസ്റ്റ് ഫൈനലാണ് നമ്മൾ ഉപയോഗിക്കുക. മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് അവനവൻ്റെ എരിവ് അനുസരിച്ച്, പിന്നെ കുരുമുളക് പൊടി. ഇത് ഓരോന്നായി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നമ്മളിതൊന്ന് പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം പച്ചമണമൊക്കെ മാറി. ഇനി നമുക്ക് ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളിയാണ്. മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് എടുക്കാം. ഇതാണ് ഏകദേശം ഒരു വലിപ്പമുള്ളൊരു താറാവാണ്, പക്ഷെ താറാവിനകത്ത് കൂടുതൽ അറിയാമല്ലോ, മാംസത്തേക്കാൾ കൂടുതൽ എല്ലായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റാണ്, സ്വാദുള്ള ഇറച്ചിയാണ്. അപ്പം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നല്ലതായിട്ട് ഞാൻ പറഞ്ഞില്ലേ 4 വട്ടം വേവിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ചും കൂടെ വെള്ളം പറ്റിക്കാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം, ഒരു 2 മിനിറ്റും കൂടെ. അപ്പോൾ ഏകദേശം ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതായിരുന്നു ഈ താറാവ്. എന്നാലും നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ ചെറിയ തീയിൽ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കാം. ഇവ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് ഏകദേശം ഇത് വേവായിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് ചാറോട് കൂടിയ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പം അടുത്ത വീഡിയോ ആവുന്നിടം വരെ ബൈ ബൈ, ടാറ്റാ.